മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു ക്യാമ്പ്. ആർമി, നേവി, എയർഫോഴ്സ് സേനകളിൽ ജോലി നേടാൻ താൽപ്പര്യമുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആർമി, നേവി, എയർഫോഴ്സ് സേനകളിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സുവർണ അവസരമൊരുക്കി മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമി പെരുമ്പാവൂരിൽ റിക്രൂട്ട്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പിൽ 14നും 21നും മധ്യപ്രായമുള്ള 100-ലധികം ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്തു. വ്യാഴാഴ്ച പെരുമ്പാവൂർ EMS മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു ക്യാമ്പ്. ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 5 വരെ നടന്ന ക്യാമ്പ് അനേകം ഉദ്യോഗാർത്ഥികൾക്ക് ഗുണകരമായി. വ്യക്തിവിവരങ്ങൾ രജിസ്ട്രേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികളെ വിവിധ ബാച്ചുകളായി തിരിച്ചു. തുടർന്ന് ഓരോ ബാച്ചിനുമായി നടത്തിയ കായികക്ഷമതാ പരിശോധനയായിരുന്നു ആദ്യപടി. ഉയരം, ശരീരഭാരം, നെഞ്ചളവ് തുടങ്ങിയവ അളക്കൽ, പല്ല്, ചെവി, കണ്ണ് എന്നിവയുടെ പരിശോധന, വിഷൻ, കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്, വൈഡ് ഫുഡ് ടെസ്റ്റ്, നോക്ക് നീ ടെസ്റ്റ് തുടങ്ങിയ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനകൾ ഇതിന്റെ ഭാഗമായി നടത്തി. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമി മേധാവി രാജേഷ് വാര്യർ സൈനിക റിക്രൂട്ട്മെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങളും യോഗ്യതകളും കടമ്പകളും മറ്റും വിവരിക്കുന്ന പരിശീലന സെമിനാർ സെഷൻ നയിച്ചു. ക്യാപ്റ്റൻ D. അനിൽകുമാർ സാങ്കേതിക വിശദാംശങ്ങൾ അടങ്ങിയ ക്ലാസ് എടുത്തു. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഇന്ന് പെരുമ്പാവൂര് നമ്മളൊരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുക. ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ റൂറലായിട്ടുള്ള കുട്ടികൾക്ക് സൈനിക വിഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ് ചേരേണ്ടതെന്നും ആ ചേരുന്നതുകൊണ്ടുള്ള ഗുണവും അതോടൊപ്പം പഠനത്തോടൊപ്പം ഈ ജോബ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ കുട്ടികളുടെ ഫിസിക്കൽ പരമായിട്ടുള്ള യോഗ്യതയും ശാരീരികപരമായ യോഗ്യതയും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം സൈന്യത്തിനകത്ത് ചേരാൻ ഇവർ യോഗ്യരാണോ എന്ന് ആദ്യം കണ്ടെത്തുകയും അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും രക്ഷകർത്താവിനും ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുകയാണ്. ജോബ് കേരളത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരം ഇല്ല എന്നാണ്. എന്നാൽ സൈനിക മേഖലകളിൽ ഒട്ടനവധി ജോബ് വേക്കൻസിയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് 13.5 ലക്ഷം വരുന്ന ഇന്ത്യൻ സേനയ്ക്ക് ഓരോ വർഷവും 1,25,000 പേരെയാണ് മൊത്തം ഇന്ത്യയിൽ നിന്നും എടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസിൽ 18 ലക്ഷത്തോളം വരുന്ന സൈനികരാണ് സർവീസ് ചെയ്യുന്നത്. ഓരോ വർഷവും 1.5 ലക്ഷം വേക്കൻസിയാണ് ഇതിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ വേക്കൻസികളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടും ഇതിലേക്കുള്ള കോമ്പറ്റേറ്റീവ് ടൈപ്പായിട്ടുള്ള എക്സാം എഴുതാനുള്ള ശേഷി കുറയുന്നത് കൊണ്ടുമൊക്കെയാണ് കുട്ടികൾ പലപ്പോഴും ഇതിൽ എത്തപ്പെടാതെ പോകുന്നത്. അവർക്ക് വേണ്ടി മേജർ രവീസ് സാർ ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. കുട്ടികളെ ആദ്യവും രക്ഷകർത്താക്കളെയും നല്ലൊരു മോട്ടിവേഷൻ, ബോധവൽക്കരണം നടത്തുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഭിക്കുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സൈന്യമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടെങ്കിലും ഇതിൽ ചേരാൻ വലിയ കടമ്പകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ കുട്ടികളെ ലളിതമായ രീതിയിൽ കായികപരമായി അഭ്യസിച്ചുകൊണ്ടും എഴുത്തു പരീക്ഷാപരമായി അവരെ പരിശീലനം കൊടുത്തുകൊണ്ടും മുന്നേറുന്നൊരു സ്ഥാപനമാണ് മേജർ രവീസ് അക്കാദമി. കഴിഞ്ഞ 11 വർഷക്കാലമായി മേജർ രവീസ് അക്കാദമി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 540 കുട്ടികളാണ് മേജർ രവീസ് അക്കാദമിയിലൂടെ വിവിധ സൈനിക മേഖലകളിൽ എത്തപ്പെട്ടത്. SSLC, +2, ഡിഗ്രി പഠനം പൂർത്തിയായവർക്കും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അക്കാദമിയിൽ മികച്ച പരിശീലനം തന്നെ ലഭിക്കുമെന്നതും ക്യാമ്പിലേക്ക് കുട്ടികളെ ആകർഷിച്ചു. മൂവാറ്റുപുഴ, അങ്കമാലി, തൃപ്പൂണിത്തുറ, കോലഞ്ചേരി, എറണാകുളം എന്നിവയാണ് അക്കാദമിയുടെ പരിശീലനം ലഭിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സൈന്യത്തിലെത്തിക്കുന്ന ഡിഫൻസ് ട്രെയിനിംഗ് മേഖലയിലെ നമ്പർ 1 ആണ് മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമി. അതുകൊണ്ട് തന്നെ പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് ധാരാളം പേർ പ്രയോജനപ്പെടുത്തി. 100-ലധികം കുട്ടികൾ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ അടക്കം നിരവധി പേർ ആവേശപൂർവ്വം പങ്കെടുത്ത ക്യാമ്പിന് മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമി ട്രെയിനേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, സ്റ്റുഡൻസ് ടീം എന്നിവർ നേതൃത്വം നൽകി. സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു റിട്ടൺ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടൺ എക്സാം, 1 വേർഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യപ്പെട്ടാൽ, ഇതുമായി നിങ്ങൾക്ക് പരിചയം വന്നു കഴിഞ്ഞാൽ ഈ റിട്ടൺ ടെസ്റ്റ് പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിയെയും എഴുത്തു പരീക്ഷ പാസ്സാക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അക്കാദമി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം ഇതാണ്: നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ ഏത് വിധേനയും ഞങ്ങൾ പാസ്സാക്കിയെടുക്കും. രണ്ടാമത്തെ കടമ്പയാണെന്ത്? ഫിസിക്കൽ ടെസ്റ്റ്. 1600 മീറ്റർ ദൂരം 5 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്താൻ പറ്റിയാൽ ബെസ്റ്റ്. 45 സെക്കൻഡ് കൊണ്ട് 5 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ടാണ് ഓക്കെ, ഗുഡ്.
ഒരു 6 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ പോലും നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാൻ സാധിച്ചേക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണെന്ത്? മെഡിക്കൽ ഫിറ്റ്നസ്. മെഡിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല. അക്കാഡമിയിലും ജോയിൻ ചെയ്യാൻ കഴിയില്ല, ഡിഫൻസിലും ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ കാഴ്ചശക്തി ഇല്ലാത്ത ഒരു കുട്ടിയെ ഞങ്ങൾ എടുക്കില്ല ഒരിക്കലും. ഫ്ലാറ്റ് ഫുട്ട്, നോക്നി, കളർ ബ്ലൈൻഡ്നസ്, ഇതൊക്കെ നോക്കി ഇങ്ങനെയുള്ള ഒരു കുട്ടിക്കും അക്കാഡമിയിലും സെലക്ഷൻ കിട്ടില്ല, അവർക്ക് പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ മെഡിക്കൽ ഫിറ്റ്നസും അക്കാഡമിക് ഫിറ്റ്നസും ഈ ഫിസിക്കൽ ടെസ്റ്റും, ഇത് മൂന്നും ആരാണോ കൃത്യമായി ക്വാളിഫൈ ചെയ്യുന്നത് അയാളെ കാത്തിരിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു ജോബാണ്. എന്തുകൊണ്ടാണ് ഡിഫൻസിന്റെ ജോബിനെ നല്ല ജോബ് എന്ന് വിളിക്കുന്നത്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഗുഡ് ജോബ്? ഒരു നല്ല ജോബിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല ശമ്പളമുള്ള ജോബ്. ശരിയല്ലേ? സംശയമുണ്ടോ? നല്ല ശമ്പളം കിട്ടാത്ത ജോബിനെ നമുക്ക് ഗുഡ് ജോബ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആൻഡ് ഇന്ത്യ ഗവൺമെന്റ് ഗീവ്സ് ആൻ അട്രാക്റ്റീവ് സാലറി. നിങ്ങൾ ആർമിയിൽ, നേവിയിൽ, എയർഫോഴ്സിൽ 18ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഏറ്റവും അട്രാക്റ്റീവ് ശമ്പളമാണ്. 18ാമത്തെ വയസ്സിൽ +2 SLC വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് മറ്റൊരു തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് കിട്ടാത്ത ശമ്പളം ഇതിനകത്ത് കിട്ടും. ഒരു പക്ഷേ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ അധ്യാപകർ വാങ്ങിക്കുന്ന ശമ്പളം, നല്ല സന്തോഷമുണ്ട് കേൾക്കുമ്പില്ലേ? 18ാമത്തെ വയസ്സിൽ ഈ വെറും +2 പാസ്സായ ഒരാൾക്ക് ഇവിടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റും ഒക്കെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ജോബ് കിട്ടുമ്പോൾ കിട്ടുന്ന ശമ്പളം 18ാമത്തെ വയസ്സിൽ വാങ്ങാൻ കഴിയുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കഴിഞ്ഞിട്ടില്ല. നമ്പർ ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. കേരളത്തിലെ നമ്പർ 1 പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സെന്ററായ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 6238220229. ബിസിനസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.